ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തേർഡ് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിന്റെ EVSന്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? ബെനിഫിറ്റ്സ്, മെനി ക്രീച്ചേഴ്സിനെ കുറിച്ച് പഠിച്ചായിരുന്നു. സ്മാൾ അനിമൽസ്, ലാർജ് അനിമൽസിനെയൊക്കെ കുറിച്ച് പഠിച്ചായിരുന്നു. കൊമ്പുള്ള ജീവികൾ, ചിറകുള്ള ജീവികൾ, കുളമ്പുള്ള ജീവികൾ, അങ്ങനെ തിരിച്ചെഴുതാൻ പഠിച്ചു. പിന്നെ സീ ക്രീച്ചേഴ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെ എന്താണ്, നടക്കുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നോക്കാം. നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് നോക്കാം. എന്തോന്നാണ് അടുത്ത് പഠിക്കാനുള്ളത്? ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ആഹാരവും പലവിധം. ഉറുമ്പുകളും ചെറു പ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം. ആൻഡ്സ് ആൻഡ് സ്മാൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്സ്. ആരാണ് പറയുന്നത്? ഈ ക്രീച്ചർ. ഇതിനെ കണ്ടിട്ടുണ്ടോ? തൊഴുകൈവൻ പ്രാണി എന്ന് പറയും. നമ്മളിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ തോന്നും അതിനെ കാണുമ്പോഴത്തേക്ക്. അപ്പൊ അടുത്ത ബട്ടർഫ്ലൈ പറയുന്നത് എന്താണ്? ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടാർ ഓഫ് ഫ്ലവേഴ്സ്. പൂക്കളിലെ മധുരമൂറുന്ന തേനാണ് എനിക്ക് ഇഷ്ടമെന്ന് ആര് പറയാണ്? ബട്ടർഫ്ലൈ പറയാണ്. അപ്പോൾ ഓരോ ജീവികളും അവയുടെ ആഹാര രീതിയെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. നോക്കോ, ഓരോ ജീവിയും അതിന്റെ ഫുഡ്, ആഹാരം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കൗ, പശു. എന്തൊക്കെയാണ് നമുക്കറിയാം? പശു പുല്ല് തിന്നും, വൈക്കോൽ കഴിക്കാം, ഗ്രാസ്, ഹേ മെയിൻ ആയിട്ട് കഴിക്കുന്നത് പുല്ല്, വൈക്കോല്. അടുത്ത് കാക്ക എടുക്കുകയാണെങ്കിൽ, ക്രോ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, റാറ്റ്സ്, ഇൻസെക്ട്സ്, വെജിറ്റബിൾസ്, സ്പൈഡർ, സ്നെയിൽസ്, ലെഗ്മസ്, അതായത് ധാന്യങ്ങൾ, പഴങ്ങൾ, എലികൾ, പ്രാണികൾ, പച്ചക്കറികൾ, ചിലന്തികൾ, ഒച്ച്, പയറുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഈ ആര് കഴിക്കും? കാക്ക കഴിക്കും. അതായത് അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നവയാണ്. അതിനെ എന്തോന്ന് പറയും? ഒമിനിവേഴ്സ് എന്ന് പറയും. സസ്യം മാത്രം കഴിക്കുന്ന ജീവികൾക്ക് എന്തോന്ന് പറയും? ഹെർബിവേഴ്സ് എന്ന് പറയും. അടുത്തിന് എലിഫന്റിനെ എടുത്താൽ, എലിഫന്റ് ഏത് പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളൊക്കെ കഴിക്കും. ഹെർബ്സ്, ലീവ്സ്, ഫ്രൂട്ട്സ്, റൂട്ട്സ്, ഷബ്സ്, ട്രീ ബാർക്ക്, എക്സെട്ര. പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികൾ, സസ്യങ്ങളുടെ ഇലകൾ, പഴങ്ങൾ, വേരുകൾ, കുറ്റിച്ചെടികൾ, മരത്തുലി, അങ്ങനെ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആര് കഴിക്കുന്നത്? എലിഫന്റ്. അപ്പൊ അവയെ ഏതിൽ പെടുത്താം? നമുക്ക് ഹെർബിവേഴ്സിൽ പെടുത്താം. അടുത്ത് സ്ക്വിറൽ, അണ്ണാനെ എടുത്താൽ മരങ്ങളിൽ വസിക്കുന്ന പ്രാണികൾ, വിത്തുകൾ, അണ്ടിപ്പരിപ്പ്, പിന്നെ പഴങ്ങൾ, പുഴുക്കൾ, ചെറിയ പാമ്പുകൾ, ചെറുജീവികളുടെ മുട്ടകൾ, ഇതൊക്കെ കഴിക്കുക. അത് ഏതിൽ വരുന്നതാണ്? ഒമ്നിവേഴ്സിൽ വരുന്നതാണ്. ഇൻസെക്ട്സ് ദാറ്റ് ലീവ് ഇൻ ട്രീസ്, സീഡ്സ് ആൻഡ് നട്ട്സ്, ഫ്രൂട്ട്സ്, വോംസ്, സ്മാൾ സ്നേക്സ് ആൻഡ് സ്മാൾ അനിമൽസ്, എഗ്സ്, ഇതൊക്കെ ആര് കഴിക്കും? സ്ക്വറൽസ്. അത് ഒമ്നിവേഴ്സിൽ വരെ. ഹെൻ എടുത്താൽ, കോഴി എടുത്താൽ പഴങ്ങൾ കഴിക്കും, പ്രാണികൾ, പുഴുക്കൾ, പച്ചക്കറികൾ, പയറിനങ്ങൾ, വിത്തുകൾ, ധാന്യങ്ങളൊക്കെ കഴിക്കും. ഫ്രൂട്ട്സ്, ഇൻസെക്ട്സ്, വോംസ്, വെജിറ്റബിൾസ്, വെജിറ്റബിൾ, പൾസസ്, സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്, അത് ഒമ്നിവേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. അടുത്തേതാണ്? ഈഗൾ. പരുന്തിനെ എടുത്താൽ അതെന്തൊക്കെ കഴിക്കും? മീൻ കഴിക്കും, മുയൽ, ഫിഷ്, റാബിറ്റ്, സ്നേക്ക്, പാരറ്റ്സ്, ഫോക്സ്, മങ്കി, ഡിയർ, അത് ഫ്ലഷ് ഐറ്റംസ് എല്ലാം കഴിക്കും. അപ്പൊ ഉൾപ്പെടുത്താം, കാർണിവേഴ്സിൽ പെടുത്താം. അടുത്ത് കിങ് ഫിഷർ എടുത്താൽ, പൊന്മാൻ എടുത്താൽ മീനുകൾ, ജലാശയങ്ങളിൽ വസിക്കുന്ന പ്രാണികൾ, തവളകൾ, ചെറുപാമ്പുകൾ, പല്ലികളൊക്കെ ഭക്ഷിക്കുന്നവയാണ് കിങ് ഫിഷർ എന്ന് പറയുന്നത്. ഫിഷ്, അക്വാട്ടിക് ഇൻസെക്ട്സ്, ഫ്രോഗ്, സ്മാൾ സ്നേക്സ് ആൻഡ് ലിസാർഡ്സ്, അത് ഏതിൽ വരുന്നതാണ്? ഒമ്നിവേഴ്സിൽ വരുന്നതാണ്. ഇനി ഫ്രോഗ് എടുത്താൽ ഏതാണ്? ഈച്ച, നിശാശലഭങ്ങൾ, ഒച്ച്, പ്രാണികൾ, പുഴുക്കൾ, അതായത് മാംസ ആഹാരം മാത്രമാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോഗിനെ ഏതിൽ പെടുത്താം? നമുക്ക് കാർണിവേഴ്സിൽ പെടുത്താം. അപ്പോൾ ഏതൊക്കെ? അപ്പൊ നമ്മൾ കുറെ ജീവികളെ പഠിച്ചു. അതൊക്കെ ഏതിൽ വരണമെന്ന് മനസ്സിലായ? പ്ലാന്റ്സ്, അതായത് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവയെ നമുക്ക് ഹെർബിവേഴ്സിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ ഫ്ലഷും വെജിറ്റബിൾസും എല്ലാം ഒമ്നിവേഴ്സിൽ ഉൾപ്പെടുത്താം. ഫ്ലഷ് മാത്രം കഴിക്കുന്നവയെ കാർണിവേഴ്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ,
അടുത്ത് നോക്കുക നമ്മൾ. അപ്പോൾ ഫ്ലഷ് മാത്രം ഭക്ഷിക്കുന്നവയുണ്ട്, അതോടൊപ്പം തന്നെ എന്തോന്ന് ഫ്ലഷും വെജിറ്റബിൾസും ഭക്ഷിക്കുന്നവയുണ്ട്, വെജിറ്റബിൾ മാത്രം ഭക്ഷിക്കുന്ന ജീവികളുണ്ട്. അങ്ങനെ നമ്മൾ കുറെ എണ്ണത്തിനെ കണ്ടില്ലായിരുന്നോ? ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഒൺലി പ്ലാന്റ് പാർട്സ് ആർ കാൾഡ് ഹെർബിവേഴ്സ്. അപ്പൊ എന്താണ് ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പാർട്സ് മാത്രം ഭക്ഷിക്കുന്നവയെ ഹെർബിവേഴ്സ് എന്ന് പറയുന്നു. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഒൺലി മീറ്റ് ആർ കാൾഡ് കാർണിവേഴ്സ്. മീറ്റ് മാത്രം ഭക്ഷിക്കുന്നവയെ എന്തോന്ന് പറയുന്നു? കാർണിവേഴ്സ് എന്ന് പറയുന്നു. ഒംനിവേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സിനെയും മീറ്റിനെയും ഭക്ഷിക്കുന്നവയെ എന്തോന്ന് പറയുന്നു? ഒംനിവേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികൾ എന്ന് പറയുന്നു. മാംസ ആഹാരം മാത്രം ഭക്ഷിക്കുന്നവയെ മാംസാഹാരികൾ എന്ന് പറയുന്നു. സസ്യഭാഗങ്ങളോ മാംസഭാഗങ്ങളോ ആഹാരമാക്കുന്നവയെ എന്തോന്ന് പറയുന്നു? മിക്സ്ഡ് ആഹാരികൾ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയ? ഇനി നമുക്ക് അതിനെ കുറച്ച് കൂടുതൽ ജീവികളെ പഠിക്കാം. നോക്കിയോ, ഹെർബിവേഴ്സിന്റെ ഏതൊക്കെ നമുക്ക് എഴുതാം? സസ്യാഹാരികൾ ജിറാഫ്, എലിഫന്റ്, സീബ്ര, റാബിറ്റ്, ഡിയർ, മങ്കി, ക്രോ, ബഫല്ലോ, കൗ, ഗോട്ട്, സ്ക്വറൽ, ഹോഴ്സ്, ഡോവ്. ഇതെല്ലാം ഹെർബിവേഴ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് എഴുതാം. കാർണിവേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? മാംസാഹാരം ഭക്ഷിക്കുന്നവ ടൈഗർ, ലയൺ, ക്രൊക്കോഡിൽ, ഫോക്സ്, ഈഗിൾ, ചീറ്റ, ഹൈന, പോളാർ ബിയർ, കരടി, ഔൾ, ലിപ്പേഡ്, കാറ്റ്, ഡോഗ്. ഇതൊക്കെ കാർണിവേഴ്സിൽ വരുന്നതാണ്, മാംസാഹാരികളിൽ വരുന്നവയാണ്. പിന്നെ ഒംനിവേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? പിഗ്, ബിയർ, മങ്കി, ഹെൻ, ഡക്ക്, ക്രോ, പാരറ്റ്, ഹ്യൂമൻ എല്ലാം ഓംനിവേഴ്സിൽ വരുന്നതാണ്. നമുക്ക് ക്യാറ്റിനെയും ഡോഗിനെയും വേണമെങ്കിൽ ഓംനിവേഴ്സിൽ ഉൾപ്പെടുത്താം. കാര്യം അത് നമ്മൾ കൊടുക്കുന്ന ചില പൂച്ചകൾ പച്ചക്കറികൾ അതങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് ഭക്ഷിക്കുന്നവ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹെർബിവേഴ്സ്, കാർണിവേഴ്സ്, ഒംനിവേഴ്സ് എന്നിങ്ങനെ നമ്മൾ ഈ ജീവികളെ തിരിച്ചിരിക്കുകയാണ്. ഏതിന്റെ അടിസ്ഥാനത്തിൽ? അവയുടെ ഫുഡിന്റെ അടിസ്ഥാനത്തിൽ, ആഹാര രീതിയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ തിരിക്കുക? ഹെർബിവേഴ്സ്, കാർണിവേഴ്സ്, ഒംനിവേഴ്സ് എന്ന രീതിയിൽ തിരിക്കുക. അപ്പോൾ ഹെർബിവേഴ്സ് എന്താണെന്നും കാർണിവേഴ്സ് എന്താണെന്നും ഒംനിവേഴ്സ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അടുത്ത് നോക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ ക്രീച്ചേഴ്സ് ഹെൽപ് ദം ടു ക്യാച്ച് ദെയർ പ്രേ ആൻഡ് ഈറ്റ് ഇറ്റ്? ഹൗ? കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവയുടെ ശരീരഭാഗങ്ങളാണ്, ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാൻ സഹായിക്കുന്നതെന്ന് നോക്കാനാണ്. താറാവ് എടുത്താൽ നമുക്കറിയാം ഏത് കൊക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പരുന്തെടുത്താൽ എന്തോന്നാണ്? കാല് വെച്ച് പിടിക്കുന്നുണ്ട്. പിന്നെ തവള എടുത്താൽ എന്തോന്നാ? അതിന്റെ നാക്ക് വെച്ചിട്ടാണ്. സിംഹത്തിനെ എടുത്താൽ അതും അതുപോലെ തന്നെ ചാടി വീഴുന്ന് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പറയാം ഡക്കിന്റെ പ്രത്യേകതകള്. എണ്ണമയമുള്ള തൂവലും ത്വക്കിനടിയിലെ കൊഴുപ്പും വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കാൻ അതിനെ സഹായിക്കുന്നു. തുഴ പോലുള്ള കാലുകൾ നീന്തൽ എളുപ്പമാക്കുന്നു. പരന്ന ചുണ്ടുകൾ മീനുകളെ വായ്ക്കുള്ളിലാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഓയിലി ലൈക്ക് ഫെദേഴ്സ് ഹെൽപ് ടു മൂവ് ഈസിലി ഇൻ വാട്ടർ. ഓർ ലൈക്ക് ലെഗ്സ് മേക്ക് സ്വിമ്മിങ് ഈസിയർ. ഫ്ലാറ്റ് ലിപ്സ് ഹെൽപ് ഫിഷ് ഇൻ ടു മൗത്ത്സ്. ഓക്കെ, അത് ഡക്കിന്റെ, താറാവിന്റെ. അടുത്ത് നോക്കി ഈക്കിൾ. പരുന്തിന്റെ അടുത്ത് ദർ സ്ട്രോങ് ആൻഡ് വൈഡ് വിങ്സ് ആർ ഹെൽപ് ടു ഫ്ലൈ ഹൈ. എക്സലന്റ് ഐസൈറ്റ് ഹെൽപ്സ് ടു spot the prey from a great height. Their strong and curved claws help to catch the heavier prey. Their strong and curved beak help to crack and tearing flesh the prey. അപ്പോൾ വലിപ്പമേറിയത് ശക്തിയുള്ളതുമായ ചിറക് ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്നു. മികച്ച കാഴ്ചശക്തി വളരെ ഉയരത്തിൽ നിന്ന് തന്നെ ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നു. വളഞ്ഞു കൂർത്ത നഖങ്ങൾക്ക് പരുന്തിനേക്കാൾ ഭാരമുള്ള ജീവികളെ പോലും അള്ളിപ്പിടിച്ച് പറക്കാനുള്ള ശേഷിയുണ്ട്. വളഞ്ഞു കൂർത്ത ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിക്കീറാൻ അവയ്ക്ക് കഴിയുന്നു. ഈഗിളിന്റെ പ്രത്യേകതയാണ്. അടുത്ത തവള എടുത്താലോ? അതിവേഗം പുറത്തേക്ക് നീട്ടാവുന്ന പശിമയാർന്ന നാക്കിൽ ഇരയെ കുടുക്കി വായ്ക്കുള്ളിലാക്കുന്നു. ഫ്രോഗ്സ് ഹാവ് എ ലോങ് സ്റ്റിക്കി ടങ് ദാറ്റ് ദേ യൂസ് ക്യാച്ച് ദെയർ പ്രേ. ഓക്കെ, ഫ്രോഗിന്റെ നാക്ക് പശിമയുള്ള നാക്കാണ് ഇരയെ പിടിക്കുന്നത്. അടുത്ത ലയൺ.
കരുത്തുറ്റ ശരീരം, വേഗത്തിലോടാനുള്ള കഴിവ്, പിന്നെന്തോന്നാണ് കൂർത്തു നീണ്ട പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറാൻ കഴിയും, ബലമുള്ളതും കൂർത്തതുമായ നഖങ്ങൾ ഉപയോഗിച്ച് ഇരയെ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ സ്ട്രോങ് ബോഡി, എബിലിറ്റി ടു ആക്സിലറേറ്റ്, ക്യാൻ ബൈറ്റ്, പ്രേ വിത്ത് ഷാർപ്പ് ടീത്ത്, ദേ ഹാവ് ഷാർപ്പ് സ്ട്രോങ് ക്ലോസ് ദാറ്റ് ഹെൽപ്പ് ദം ഗ്രാസ്പ് ആൻഡ് ഹോൾഡ് ഓൺ ടു പ്രേ. ഓക്കെ, അടുത്ത് നോക്കാം. കാർണിവേഴ്സ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദെയർ പ്രേ. കാർണിവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്തെന്നാണ്, അവയുടെ നെയിൽ എന്ന് പറയുന്നത് എന്തോ ആയിരിക്കും, ഷാർപ്പായിരിക്കും. കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. കൂർത്ത മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു. അടുത്ത്, കാർണിവേഴ്സ് ബേർഡ് ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ വിത്ത് ദെയർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്, സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദെയർ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ്പ് ദം ടു ഗാദറിംഗ് ഫുഡ്. മാംസാഹാരികളായ പക്ഷികൾക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയും. ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും ഇവയെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു. അപ്പോൾ കാർണിവേഴ്സ് ബേർഡിന്റെയും അനിമൽസിന്റെയും പ്രത്യേകത മനസ്സിലായല്ലോ. അടുത്ത് നോക്ക്, ദ സ്ട്രക്ചർ ഓഫ് ടീത്ത് ഓഫ് ഹെർബിവേഴ്സിന്റെ പ്രത്യേകതയാണ് സിറ്റുവേറ്റഡ് ദ ച്യൂ പ്ലാന്റ് പാർട്സ്. സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ കാർണിവേഴ്സ്, ഹെർബിവേഴ്സ്, ഒമ്നിവേഴ്സ് ഇതൊക്കെയാണ്. അതിനെക്കുറിച്ചും ജീവികളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബട്ടർഫ്ലൈയുടെ. നമുക്ക് ഒരു ഒബ്സർവ് ദ bottom of the curry leaf at the other plants. Can you find butterfly eggs sticking there? ഇതുപോലെ നമ്മൾ ബട്ടർഫ്ലൈയുടെ എഗ് ഇലകൾക്കടിയിലിരിക്കുന്നത് കാണാം, കണ്ടിട്ടില്ലേ? ഇത് കൂടുതൽ മറ്റേ എന്തോന്ന് മൽബറി ചെടിയുടെ അടിയിൽ കൂടുതലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ബട്ടർഫ്ലൈയുടെ വിവിധ ഘട്ടങ്ങളാണ്, ജീവിതചക്ര ഘട്ടമാണ്. ആദ്യം മുട്ട ഇലയുടെ അടിയിൽ നിന്ന് അത് നേരെ എന്തോന്നായിട്ട് മാറുന്നു, പുഴുവായിട്ട്, ലാർവയായിട്ട് മാറുന്നു. അത് നേരെ പ്യൂപ്പയായിട്ട് മാറുന്നു. പ്യൂപ്പയാണ് പിന്നെ ബട്ടർഫ്ലൈ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഇത് നോക്കുമ്പോൾ മനസ്സിലാക്കുക, മുട്ടയിൽ നിന്ന് ലാർവ, ലാർവയിൽ നിന്ന് പ്യൂപ്പ എത്ര ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ബട്ടർഫ്ലൈ ആയിട്ട് രൂപാന്തരപ്പെടുന്നത്. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. മുട്ട വിരിഞ്ഞ് വരുന്നത് കണ്ട, അടുത്ത് പുഴുവായിട്ട് വന്ന് അത് നേരെ എന്തോന്നായിട്ട് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്യൂപ്പ പൊട്ടിയാണ് ബട്ടർഫ്ലൈ ആയിട്ട് വരുന്നത്. കണ്ട, പ്യൂപ്പയുടെ ഫസ്റ്റ് ഘട്ട അത് ഇന്ന് പൊട്ടി വരണത്, പിന്നെ അത് കുറച്ചുകൂടെ പിന്നെ വലുതായിട്ട് വരുന്ന പറന്നു പോകുന്ന ആ സ്റ്റേജിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ എഗ് സാധാരണയായി ഇലയുടെ അടിയിലാണ് ശലഭങ്ങൾ മുട്ടയിടുന്നത്. പശിമയാർന്ന ശരീരദ്രാവകം കൊണ്ട് ഇവ ഇലകളിൽ ഒട്ടിച്ചു വയ്ക്കുന്നു. 6 ദിവസത്തിനുള്ളിൽ മുട്ടകൾ വിരിയും. എത്ര ദിവസം വേണം? 6 ദിവസം. ബട്ടർഫ്ലൈസ് യൂഷ്വലി ലേ their eggs on the underside of the leaves. They stick to the leaf with sticky body fluids. The eggs will hatch within 6 days. 6 ദിവസം കൊണ്ട് അത് വലുതാകും. അടുത്ത രണ്ടാമത്തെ സ്റ്റേജിൽ ലാർവ. മുട്ടകളിൽ നിന്ന് ലാർവകൾ പുറത്തു വരികയും ചുറ്റുമുള്ള സസ്യ പദാർത്ഥങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ദിവസങ്ങൾക്കകം ലാർവ വളർന്ന് വലുതാകുന്നു. ലാർവ emerge from eggs and start eating the surrounding plant material. Within days, the larva grows up. വലുതായി വരും. അടുത്ത് നോക്കുക, ഏത് സ്റ്റേജിലേക്ക് വരും? പ്യൂപ്പ. 15 ദിവസത്തിനകം ലാർവകൾ പരമാവധി വളർച്ചയിൽ എത്തും. അപ്പോൾ ഭക്ഷണം നിർത്തി സ്വയം നിർമ്മിച്ച ഒരു ആവരണത്തിൽ സമാധിയായിരിക്കും. ഇതാണ് പ്യൂപ്പ. കണ്ടിട്ടുണ്ടോ ഇതുപോലത്തെ പ്യൂപ്പയ്ക്കുള്ളിൽ ലാർവ ഇരിക്കുന്നത്? നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാർവ റീച്ച് മാക്സിമം ഗ്രോത്ത് ഇൻ എത്ര ദിവസം കൊണ്ട്? 15 ദിവസം കൊണ്ട് വലുതാകും. ഇറ്റ് ദെൻ സ്റ്റോപ്സ് ഈറ്റിംഗ് ആൻഡ് റെസ്റ്റ് അറ്റ് എ സെൽഫ് മെയ്ഡ് കവറിങ്. അത് എന്നിട്ട് കഴിക്കുന്നത് നിർത്തിയിട്ട് ഒരു കവറിങ്, സ്വയം ഒരു കവറിങ് ഉണ്ടാക്കും. അതിനെന്തോന്ന് പറയും? പ്യൂപ്പ എന്ന് പറയും. അടുത്ത ബട്ടർഫ്ലൈസ് ആയിട്ട് മാറുന്നതാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്യൂപ്പ പൂർണ്ണ വളർച്ചയിലെത്തി കൂട് പൊട്ടിച്ച് ശലഭമായി പുറത്തു വരുന്നു. ചുരുണ്ട ചിറകുകൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പറക്കാൻ സജ്ജമാകും.
Pupa is fully grown within 2 weeks, and nest breaks comes out as a butterfly. And curly, the wings are ready to fly in few minutes, only 3 or 4 weeks. 3 or 4 weeks lifespan cannot butterflies. 3-4 ആഴ്ചകൾ മാത്രമാണ് സാധാരണ ബട്ടർഫ്ലൈയുടെ ആയുസ് എന്ന് പറയുന്നത് അല്ലേ. അടുത്ത് നോക്കൂ, ബട്ടർഫ്ലൈ, പലതരത്തിലുള്ള ബട്ടർഫ്ലൈയെ കുറിച്ചാണ് പറയുന്നത്. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട്. പൂമ്പാറ്റകൾക്ക് പേരോ നമുക്ക് നോക്കിയാൽ ഈച്ച് ക്ലാസസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ഓഫ് ടു ഐഡന്റിഫൈ ദം. ഓ ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്? ബട്ടർഫ്ലൈസ് നെയിമോ നോക്കാം. ഇതിൽ തന്നെ പറയുന്നുണ്ട് രണ്ടെണ്ണം. അതുകൊണ്ട് ഇത് എന്തോന്നാണ്? കോമൺ ജസ്ബെൽ, കോമൺ ഗ്രാസ് യെല്ലോ. ഈ ബട്ടർഫ്ലൈയുടെ ഒക്കെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഓരോ ബട്ടർഫ്ലൈയുടെയും പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഗരുഡശലഭം, ബുദ്ധമയൂരി, രത്നനീലി, ഓരോന്നിൻ്റെ പേരുകളാണ്. ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരള സൗത്തേൺ birdwing, and the smallest is grass jewel. The official butterfly of Kerala is Malabar banded peacock. അതിന് ബുദ്ധമയൂരി എന്ന് പറയും. കേരളത്തിൽ കാണപ്പെടുന്നതിൽ ഏറ്റവും വലിയ ചിത്രശലഭം എന്ന് പറയുന്നത് ഏതാണ്? ഗരുഡശലഭം. ഏറ്റവും വലിയതാണ് ഗരുഡശലഭം. ഏറ്റവും വലിയത് ഏതാണ്? ഗരുഡശലഭം. പിന്നെ സ്മാളസ്റ്റ്, ഏറ്റവും ചെറുത് ഏതാണ്? രത്നനീലി. രത്നനീലിയാണ് ഏറ്റവും ചെറുത്. പിന്നെ കേരളത്തിലെ ഔദ്യോഗിക ശലഭം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബുദ്ധമയൂരി. ബുദ്ധമയൂരി ആണ് ഏത് ഔദ്യോഗിക ശലഭം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അടുത്തിന് കുറേ ബട്ടർഫ്ലൈസ്, അതിൻ്റെ പേരുകൾ തന്നിരിക്കുകയാണ്. ഇതൊക്കെ ഈ കളറിലുള്ള നിങ്ങൾ കാണാൻ, നമുക്ക് പൂന്തോട്ടത്തിലൊക്കെ കാണാൻ പറ്റും. നമ്മളെ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ പൂക്കളിലൊക്കെ വന്ന് തേൻ കുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പേരെന്തോന്നാണ്? ടാനിക്കോസ്റ്റ, തീച്ചിറകൻ. ഇതാ കോമൺ പൈറോട്ട്, നാട്ടുകോമാളി. ഇത് ബ്ലൂ ടൈഗർ, നീലക്കടുവ. ഇതാ ക്രിംസൺ റോസ്, ചക്കരശലഭം. ഇത് ലെമൺ പാൻസി, പുള്ളിക്കുറുക്കൻ. ഇത് കോമൺ മോർമോൻ, നാരകക്കാളി. ഓരോ ബട്ടർഫ്ലൈയുടെയും പേരുകളാണ്. അതായത് വിറവാലൻ എന്നറിയപ്പെടും, നാട്ടു റോസ്, നാട്ടുമയൂരി, തകരമുത്തി, മഞ്ഞപ്പാപ്പാത്തി, വിലാസിനി. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ബട്ടർഫ്ലൈ ആണ്, വിലാസിനി. പിന്നെ എരുക്കുതപ്പി, ഇതും കാണുന്നതാണ്. വരയൻ കടുവ, ഇതൊക്കെ എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ കാണുന്ന ബട്ടർഫ്ലൈസ് ആണ്. ഓരോ ബട്ടർഫ്ലൈസിന്റെ പേരുകൾ കണ്ടോ? അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണേ. അടുത്ത് നോക്ക്, ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാന്റ്സ് 2 ways, ഫോർ ലേയിങ് എഗ്സ് ആൻഡ് ഫോർ ഫുഡ്. പൂമ്പാറ്റകൾ 2 തരത്തിലാണ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഒന്ന് മുട്ടയിടാനും അടുത്ത് ആഹാരത്തിനും വേണ്ടി. ദ കോമൺ മോമോൺ ബട്ടർഫ്ലൈ usually lay eggs on the citrus plant and the orangeberry plant. Their larvae eat the leaves of these plants when they became butterflies. They had nectar from the flowers of hibiscus, white orchidea and morning breeze പ്ലാന്റ്സ്. അതായത് നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് എവിടെയാണ്? നാരകം, പണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇല തന്നെയാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്. അപ്പോൾ ചില ബട്ടർഫ്ലൈ ചില ചെടികളെയൊക്കെ ആകർഷിക്കുന്നു. ചില ബട്ടർഫ്ലൈക്ക് അങ്ങനത്തെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നോക്ക്, ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, അതായത് കൃഷ്ണകിരീട, റാറ്റിൽസ് വീഡ്, കിലുക്കി, കറി ലീഫ് പ്ലാന്റ്, സെഡ്രസ്
Olander and attract butterflies in your school's biodiversity garden. ഇപ്പൊ വിദ്യാലയത്തിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരക, അരളി തുടങ്ങിയ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കാനാണ്. അത് ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിൽ ഉള്ളതെന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. ചില ചെടികൾക്ക് എന്തോന്നാണ് അവ ചില ചെടികളെ ആകർഷിക്കും, ചില ശലഭങ്ങള്. അടുത്ത് നോക്ക്, ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആൻഡ് അറൗണ്ട് us, വെയർ ഡു ദേ ലീവ്. അപ്പോൾ എന്തോന്നാണ്, ഏതെല്ലാം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അവ എവിടെയെല്ലാം വസിക്കുന്നു. പലതരത്തിലുള്ള ജീവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ഓരോന്നിനും വസിക്കാൻ പ്രത്യേകമായിട്ടുള്ള സ്ഥലമുണ്ട്. അതൊക്കെ ഫോറസ്റ്റ് ഉണ്ട്, പോണ്ട് ഉണ്ട്. ഫിഷിനൊക്കെ പോണ്ടല്ലേ പറ്റുള്ളൂ. ഫോറസ്റ്റ് ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അങ്ങനെ ഏതൊക്കെ പറയാം നമുക്ക്? വയൽ, കുളം, കാട്, പുഴ, കാവ്, മരം ഒക്കെ പറയാം. എന്തോന്നാണ് ഓരോ ജീവികളും വസിക്കുന്ന വാസസ്ഥലം. ഫീൽഡ്, പോണ്ട്, ഫോറസ്റ്റ്, റിവർ, ഗ്രൂവ്, ട്രീ ഒക്കെ പറയാം. ഓക്കെ, അടുത്ത് നോക്ക്, ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ ഇല്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഹാബിറ്ററ്റ് ആണ് ഉള്ളത്. അതൊന്നും ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ജീവികൾക്ക് വാസസ്ഥലം നഷ്ടപ്പെടും. ക്രീച്ചേഴ്സ് വിൽ ലോസ് ദെയർ ഹാബിറ്ററ്റ്, അവയുടെ ഹാബിറ്ററ്റ് നഷ്ടപ്പെടും. ജീവികളുടെ എണ്ണം കുറയും. ദ നമ്പർ ഓഫ് ഓർഗാനിസം വിൽ ഡിഗ്രീസ്, മറ്റു ജീവികളുടെ എണ്ണം കൂടും. സം അതർ സ്പീഷ്യസ് വിൽ ഇൻക്രീസ് ഇൻ നമ്പേഴ്സ്. അപ്പോൾ ഒരു ജീവിയുടെ എണ്ണം കുറയുമ്പോഴത്തേക്ക് വേറൊന്നിന്റെ എണ്ണം കൂടും. മനുഷ്യരുടെ നിലനിൽപ്പ് അപകടത്തിലാവും. ഓരോന്നിനും ഓരോ രീതികളുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പ് ഉള്ളൂ. ഓക്കെ, ജീവികൾ വസിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? വാട്ട് ക്യാൻ ബി ഡു ടു പ്രൊട്ടക്ട് ദ ക്രീച്ചേഴ്സ് ലിവിങ് ഏരിയ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? മാലിന്യം വലിച്ചെറിയാതിരിക്കണം. ഡു നോട്ട് ത്രോ ഗാർബേജ്. പ്രൊട്ടക്ട് സാങ്ച്വറീസ് ലൈക്ക് പോണ്ട്, ഫോറസ്റ്റ്, റിവേഴ്സ്. കുളം, കാട് തുടങ്ങിയ സങ്കേതങ്ങൾ സംരക്ഷിക്കണം. കീടനാശിനികളും മറ്റും പ്രയോഗിക്കുന്നത് ഒഴിവാക്കണം. അവോയ്ഡ് യൂസസ് ഓഫ് പെസ്റ്റിസൈഡ്. രാസവളങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ടു ബി കൺട്രോൾഡ്. പിന്നെന്തോന്നാണ്, ജലാശയങ്ങൾ മലിനമാകാതെ കാക്കണം. വാട്ടർ ബോഡീസ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം പൊല്യൂഷൻ. ജീവികളുടെ വാസസ്ഥലങ്ങൾ കയ്യേറരുത്. ഡു നോട്ട് എൻക്രോച്ച് ഓൺ ലിവിങ് ക്രീച്ചേഴ്സ് ഹാബിറ്ററ്റ്സ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ രീതിയിലൊക്കെ ചെയ്താൽ മറ്റുള്ള ജീവജാലങ്ങളുടെ ആവാസ ഹാബിറ്ററ്റ് നശിക്കുകയില്ല. ഇനി ഇതിൽ വരുന്ന ഈ ചാപ്റ്റർ ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെ പഠിച്ച്? ഹാബിവേഴ്സ്, ഒമ്നിവേഴ്സ്, കാർണിവേഴ്സിനൊക്കെ കുറിച്ച് പഠിച്ചു. അവയുടെ എക്സാമ്പിൾസ് കുറേ എണ്ണം പഠിച്ചായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈസിന്റെ ജീവചരിത്രം, അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ ചില ജീവികളുടെ അവയുടെ ഫുഡ്, എങ്ങനെയാണ് അവയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ച് പഠിച്ചായിരുന്നു. പിന്നെന്തോ പഠിച്ചായിരുന്നു? പിന്നെ ഓരോ ജീവജാലങ്ങളുടെ ഹാബിറ്ററ്റിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമുക്കിനി ഇതിന്റെ ലെറ്റേഴ്സും കൂടെ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? മിത്ര ഒബ്സർവ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് അനിമൽസ് ക്യാറ്റ്, ഗോട്ട് ആൻഡ് റോട്ട് ദം ഇൻ ദ ടേബിൾ. അത് നമ്മൾ നേരത്തെ നോട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ വീട്ടിൽ വളർത്തു ജീവിയായ പൂച്ചയുടെയോ ആടിന്റെയോ ആഹാര രീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പൂച്ച എങ്ങനെയാണ് മാംസാഹാരം കഴിക്കുന്നു, കാലിൽ കൂർത്ത നഖങ്ങളുണ്ട്. ആടാണെങ്കിൽ സസ്യാഹാരം കഴിക്കുന്നു, കാലിൽ കൂർത്ത നഖങ്ങളില്ല. അങ്ങനെ ആ ഒരു വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? ഹാസ് ഷാർപ്പ് നെയിൽസ് ടു ഫീറ്റ്, കാലുകളിൽ മുറിച്ചുള്ള നഖങ്ങളുണ്ട് ക്യാറ്റിന്, എന്നാൽ ഗോട്ടിന് അതില്ല. അടുത്ത ഹാസ് സോഫ്റ്റ് ഫർ, ശരീരത്തിൽ മൃദുവായ രോമമുണ്ട്. ആടിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഡ്രിങ്ക്സ് മിൽക്ക് ആൻഡ് വാട്ടർ, പാലും വെള്ളവും ഒക്കെ കുടിക്കുന്നുണ്ട്. ക്ലൈംസ് ട്രീസ് ആൻഡ് വാൾസ്, മരത്തിലും മതിലുകളിലും ഒക്കെ കയറുന്നുണ്ട്. ക്യാച്ചസ് റാറ്റ്, എലികളെ പിടിക്കുന്നുണ്ട്. ഗീവ് ബർത്ത് ടു കിറ്റൻസ്, പൂച്ച കുട്ടികൾക്ക് ജന്മം നൽകുന്നു. സേസ് മിയോ, അങ്ങനെയാണ് കരയുന്നത്. മ്യാവ് എന്ന് കരയുന്നു.
ഇനി ആടിനെ എടുക്കുകയാണെങ്കിൽ എന്തോന്നാണ്? സസ്യഭാഗങ്ങൾ ഭക്ഷിക്കുന്നു. ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്, കാലുകളിൽ മൂർച്ചയുള്ള നഖങ്ങളില്ല. ഹാസ് ഹെയർ ഓൺ ഇറ്റ്സ് ബോഡി, ശരീരത്തിൽ രോമമുണ്ട്. ഡ്രിങ്ക്സ് വാട്ടർ, വെള്ളം കുടിക്കുന്നു. വാക്സ് ആൻഡ് റൺസ് ഓൺ ദ ഗ്രൗണ്ട്, നിലത്ത് നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുന്നു. ഗ്രേസസ് ഓൺ ഗ്രാസ് ആൻഡ് ലീവ്സ്, പുല്ലും ഇലകളും ഒക്കെ മേയുന്നു. ഗീവ് ബർത്ത് ടു കിഡ്സ്, ആട്ടിൻകുട്ടികൾക്ക് ജന്മം നൽകുന്നു. അതെങ്ങനെയാണ് വിളിക്കണം? മാ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഈ പിക്ചറിൽ നമുക്ക് ഏതൊക്കെ സീ ആനിമൽസിനെയാണ് കാണുന്നത് എന്നുള്ളത്, സീ ക്രീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സീ ഹോഴ്സ്, അവിടെ നടക്കുന്നത് സീ ഹോഴ്സ്. പിന്നെന്താണ്? ഡോൾഫിൻ, ഡോൾഫിൻ ദാണ്ട ഡോൾഫിൻ. ക്രാബ്, ക്രാബ്. പിന്നെന്തോന്നാണ്? സീ സ്റ്റാർ, സീ സ്റ്റാർ. ഫിഷ്, ദാവം ഫിഷ്. പിന്നെന്തോന്ന്? പ്രോൺസ്, ചെമ്മീൻ. ഇത് ചെമ്മീൻ. അടുത്ത ഒക്ടോപ്പസ്, ഒക്ടോപ്പസ്. സീ ടർട്ടിൽ, സീ ടർട്ടിൽ. വെയിൽ, വെയിൽ, വെയിൽ എവിടെ? ഇതാണോ വെയിൽ? അപ്പൊ ഫിഷ് എവിടെ? വെയിൽ ഫിഷ് ഇത്രയും ഇതിൽ കാണുന്ന ജീവജാലങ്ങളാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കാറ്റഗറി ഡസ് ദ ഡക്ക് ബിലോങ്സ് ടു അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഫുഡ് ഹാബിറ്ററ്റ്, ആഹാര രീതിയുടെ സവിശേഷത അനുസരിച്ച് താറാവിനെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത് താറാവ്? ഇഫ് ദ ഡക്ക് വാസ് എ കാർണിവേഴ്സ് ലൈക്ക് എ ഈഗിൾ, വാട്ട് ബോഡി ഫീച്ചേഴ്സ് ഇറ്റ് ഹാവ്, താറാവും പരുന്തിനെ പോലെയുള്ള ഇരപിടിയനായിരുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം ശാരീരിക സവിശേഷതകൾ ഉണ്ടാവും? അപ്പം നമുക്കറിയാം, ഡക്ക് എന്ന് പറയുന്ന ഏതിൽ വരുന്നതാണ്? ഒമിനിവേഴ്സിൽ വരുന്നതാണ്. ഫ്ലഷ് കഴിക്കുകയും ചെറിയ ഇൻസെക്ട്സിനെ കഴിക്കും. പിന്നെ എന്തോന്നാണ്? ഫിഷ്, ഗ്രെയിൻസ്, സീഡ് ഒക്കെ കഴിക്കുന്നതാണ്. ഇഫ് ദ ഡക്ക്, അത് ഒന്നാമത്തെ എൻ്റെ ആൻസറാണ്. താറാവ് സർവഭോജിയാണ്. കാരണം ഇത് സസ്യഭാഗങ്ങളും ധാന്യങ്ങൾ, വിത്തുകൾ, ചെറിയ ജീവികൾ, ഒച്ചുകൾ, ചെറിയ മീനുകളൊക്കെ ഭക്ഷിക്കുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ. ഇഫ് ദ ഡക്ക് വെയർ എ കാർണിവേഴ്സ് ലൈക്ക് ഈഗിൾ ഇറ്റ് വുഡ് ഹാവ്, എന്തൊക്കെയായിരുന്നു? താറാവ് കഴുകനെ പോലെ മാംസഭോജി ആയിരുന്നെങ്കിൽ ഇതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ശക്തിയും മൂർച്ചയും ഉള്ള വളഞ്ഞ കൊക്കുണ്ടാവും അല്ലേ? ഷാർപ്പ് ഹൂക്കഡ് ബീക്സ് ആയിരിക്കണം. ഷാർപ്പ് കർവ്ഡ് ക്ലോസ് ആയിരിക്കണം. സ്ട്രോങ് ലെഗ്സ് ആയിരിക്കണം. കീൻ ഐസൈറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇരയെ പിടിക്കാൻ ശക്തമായ കാലുകൾ ഉണ്ടായിരിക്കണം. കൂർമ്മമായ കാഴ്ചശക്തി ഉണ്ടാകണം. മൂർച്ചയുള്ള വളഞ്ഞ നഖങ്ങൾ ഉണ്ടാകണം. ശക്തവും മൂർച്ചയുമുള്ള വളഞ്ഞ കൊക്കൊക്കെ ഉണ്ടായിരിക്കണം. അത് ഏതിനെ പോലെ ആയിരുന്നെങ്കിൽ? ആരെ പോലെ ആയിരുന്നെങ്കിൽ? പരുന്തിനെ പോലെ ആയിരുന്നുവെങ്കിൽ. ഓക്കെ, അപ്പോൾ ലെറ്റസസ് ഈ 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി അടുത്ത ചാപ്റ്റർ മറ്റൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.